മര്യാദയ്ക്ക് ഒരു ചെറിയൊരു ഹെൽത്ത് ഇൻഷുറൻസ് ഇവിടെ വാങ്ങി വെച്ചിരുന്നെങ്കിൽ ഈ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇത് തന്നെയാണ് വില്ലിൻ്റെ കേസിൽ. എനിക്ക് റീസെൻ്റ്ലി വന്ന ഒരു ക്ലയൻറ്റ് പറയാം, ഇതിൻ്റെ ഡിലേ, ഇവർ ഓസ്ട്രേലിയയിലുള്ള ക്ലയൻറ്റാണ്. എനിക്ക് വന്നിരിക്കുന്നത് അവർ പറഞ്ഞത് 42 വർഷമായി കേസ് നടത്തുന്നു. നമ്മളിത് അറിയാത്തൊരു കാര്യമുണ്ട്. അതായത് വില്ല് ഉള്ളപ്പോഴും ഇല്ലായ്പത്തോളം നമുക്ക് ഈ എമോങ് സിബ്ലിങ്സിൻ്റെ ഇടയിൽ ഒരു കോൺഫ്ലിക്റ്റ് വന്നു കഴിഞ്ഞാൽ കോർട്ടിലൊരു കേസിന് പോയി കഴിഞ്ഞാൽ അത് വർഷങ്ങളോളം എടുക്കും. ഒരു കേസ് 42 വർഷം, കാരണം അവർ വില്ല് എഴുതിയിട്ടുണ്ടായില്ല. വില്ല് എഴുതാത്തത് കൊണ്ട് കോൺഫ്ലിക്റ്റ് വന്നു. ഈ കോൺഫ്ലിക്റ്റ് വന്ന സമയത്തുള്ള കേസ് നടത്തിയിട്ട് ഒരു ജനറേഷൻ സ്കിപ്പായി. ഏത് പ്രോപ്പർട്ടി കിട്ടേണ്ട ഒരു ജനറേഷൻ സ്കിപ്പായിട്ട് ഇത് ഗ്രാൻഡ് ഡോട്ടറാണ് എൻ്റെ അടുക്ക് വരുന്നത്. ഓക്കെ, ഡോട്ടർ കിട്ടേണ്ടതായിരുന്നു, ഗ്രാൻഡ് ഡോട്ടറിനാണ് പ്രോപ്പർട്ടി കിട്ടിയത്. പക്ഷേങ്കിൽ അവരുടെ അമ്മയും അവരുടെ അമ്മാവനും തമ്മിൽ വന്നിട്ട് കേസ് 42 വർഷം അനുഭവിക്കേണ്ടവർ പോയി കിട്ടിയില്ല. അപ്പോൾ ഇവർ എന്നോട് പറഞ്ഞത് ഉറപ്പായിട്ട് എനിക്കൊരു വില്ല് എഴുതണം, കാരണം ഞാൻ ഈ കേസ് കണ്ടിട്ടുണ്ട്. എൻ്റെ കുടുംബത്തിൽ വന്നിട്ട് ഈ പറഞ്ഞ ഇത്രയും വർഷങ്ങൾ കേസ് നടത്തുക എന്നുള്ളതല്ല, പ്രോപ്പർട്ടി നടത്തുക എന്നുള്ളതല്ല. ഞാനെപ്പോഴും ചിന്തിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് ഈ ഒരു വിഷയത്തിൽ ആൾക്കാർ ഫൈറ്റ് ചെയ്യുന്നത്. അച്ഛന് 3 മക്കളുണ്ടാവും. അച്ഛൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് 3 മക്കൾക്ക് ഒരുപോലെ കൊടുക്കണമെന്നില്ല. ഈക്വലി കൊടുക്കുന്നത് ഫെയർ അല്ല സംടൈംസ്. ഒരിക്കലും അതില്ലാന്നേ. സത്യം പറഞ്ഞാൽ ഒരു വെൽത്ത് ഉണ്ടാക്കിയ ആൾക്കാർക്ക് അറിയാലോ ഇതെങ്ങനെ കൊടുക്കണം എന്നുള്ളത്. ഇത് എനിക്ക് എപ്പോഴും കണ്ടിട്ടുള്ള കാര്യം വെച്ചാൽ, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും കണ്ടിട്ടുള്ള ഒരു കാര്യം വെച്ചാൽ, നമ്മൾ റിസ്ക് മാനേജ്മെൻറ്റാണ് നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത്, അല്ലാണ്ട് എത്ര കിട്ടും എന്നുള്ളതല്ല. ഇത് തന്നെയാണ് റിസ്ക് മാനേജ്മെൻറ്റിൻ്റെ ഭാഗമാണ് ശരിക്കും പറഞ്ഞാൽ ഇൻഷുറൻസും ബില്ലും എല്ലാം. പൊട്ടൻഷ്യൽ കോൺഫ്ലിക്റ്റ് ആണ് ഒഴിവാക്കുന്നത്. അത് നമ്മൾ ഇപ്പോൾ ഈവൻ ചിലപ്പോൾ NRIs ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും, ഇവർ പലപ്പോഴും പറഞ്ഞ കാര്യമാണ്, ഞാൻ തിരിച്ചു വരാൻ ചാൻസ് ഇല്ല, അപ്പോൾ എനിക്ക് ഇൻഷുറൻസ് വേണ്ടെന്ന്. പക്ഷേ ഇവർ ശരിക്കൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഇവർ തിരിച്ച് വരാനുള്ള ചാൻസ് എന്തായിരിക്കും? മിക്കവാറും ഫാമിലിയിൽ, ഞാനിത് പറയണത് ഒരിക്കലും നടക്കാൻ പാടില്ല, ഞാൻ ഈ മരത്തുമ്മ തൊട്ട് തന്നെ പറഞ്ഞത്. അപ്പോൾ കാരണം വെച്ചാൽ എന്തെങ്കിലും അവരുടെ ഫാമിലിയിൽ മാരകമായിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂ ആണെങ്കിലോ കേരളത്തിൽ വന്ന് സെറ്റിൽ ആവണമെന്ന് അപ്പോൾ മിക്കവാറും വിചാരിക്കാൻ ചാൻസ്. ഈ അസുഖം വരുന്ന സമയത്ത് നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസ് കിട്ടത്തില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് നല്ല കാശുണ്ടായിരുന്ന ടൈമിൽ, നല്ല ആരോഗ്യം ഉണ്ടായിരുന്ന ടൈമിൽ മര്യാദയ്ക്ക് ഒരു ചെറിയൊരു ഹെൽത്ത് ഇൻഷുറൻസ് ഇവിടെ വാങ്ങി വെച്ചിരുന്നെങ്കിൽ ഈ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇത് തന്നെയാണ് വില്ലിൻ്റെ കേസിൽ. നമ്മുടെ വീട്ടിൽ ഈ പ്രശ്നം ഉണ്ടാവില്ല എന്നൊരു ഭയങ്കരമായിട്ടുള്ളൊരു കോൺഫിഡൻസ്. പിന്നെ അതിനേക്കാൾ ഉപരി, ആ കോൺഫിഡൻസിനേക്കാൾ ഉപരി അത് തിങ്ക് ചെയ്യുന്നില്ല. ബിക്കോസ് ആ റിസ്ക് നമ്മൾ തിങ്ക് ചെയ്യണ പോലുമില്ല. നമ്മൾ അതിൽ കൂടി പോകാൻ താല്പര്യപ്പെടുന്നില്ല. അത് വേറൊരു കാര്യം, കാരണം അതൊരു കോൺഫ്ലിക്റ്റിംഗ് സിറ്റുവേഷൻ ആണല്ലോ. പലപ്പോഴും കോൺഫ്ലിക്റ്റിംഗ് സിറ്റുവേഷൻ ആൾക്കാർക്ക് അത് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ കൂടി പോകാനുള്ള ബുദ്ധിമുട്ടും ഉണ്ടാവും.